ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം എന്നുള്ള ആ ഒരു തീരുമാനം തന്നെയാണ് കേട്ടോ അനി എടുക്കുന്നത്. ഈ ലാസ്റ്റ് നിമിഷങ്ങളിലെങ്കിലും തൻ്റെ ഏട്ടനോട് പറഞ്ഞിട്ടെങ്കിലും താൻ ഈ വിവാഹം മുടക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അനി എടുക്കുകയാണ് കേട്ടോ. കാരണം അനിക്ക് ഒരു തരത്തിലും അനാമികയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അനാമിക എന്ന വ്യക്തി ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഉണ്ട് എന്ന് അനിക്കറിയാം കേട്ടോ. അങ്ങനെ ആദർശനോട് വന്നിട്ട് പറയാണ്, ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വാഴക്കല്യാണം നടത്തിയിട്ടൊന്നും എൻ്റെ ജാതകത്തിൻ്റെ ദോഷം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ അങ്ങനെയുള്ള പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ അവിടെ നയന കേട്ടുവരികയാണ് കേട്ടോ. നയനയാണെങ്കിലോ നല്ല അടിപൊളിയായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നയന അങ്ങോട്ടേക്ക് വരുമ്പോൾ ആദർശ് നയനോട് പറയണത് കേട്ടില്ല. അനി പറയുന്ന വാക്കുകൾ അവൻ ഈ കല്യാണ തലേന്ന് പോലും ഈ അനാമിക ഇങ്ങോട്ടേക്ക് വരുന്നത് അവന് ഇഷ്ടമല്ല. അവന് എന്താണ് പ്രശ്നമെന്ന് അറിയുന്നില്ല. അവൻ അനാമികയുമായുള്ള ഒരു വിവാഹം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ നയന പറയാണ്, അനി നീ ഇങ്ങനെ പറയാതെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ നീ എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് മുഴുവൻ പഴികേക്കേണ്ടി വരിക എനിക്കും എൻ്റെ നന്ദുവിനാണ് എന്ന് പറയണ്ട. അപ്പോൾ വീണ്ടും അനി പറയാണ്, എനിക്ക് തോന്നുന്നില്ല അനാമികയുമായുള്ള ഈ വാഴ കല്യാണം നടത്തിയാലും ഈ ജാതകത്തിൽ പൊരുത്തക്കേടുകളുണ്ട്. എൻ്റെ ജാതകത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ കാണിച്ചു. പൂജയിലാണെങ്കിൽ അപ്പോഴും കാണിച്ചു. ദൈവം തന്നെ പല സൂചനകളും തന്നു, ജ്യോത്സ്യന്മാർ തന്നു. എന്നിട്ട് ഈ വിവാഹമായി മുന്നോട്ട് പോയി കഴിഞ്ഞ് എനിക്ക് നാളെ ദുഃഖിക്കേണ്ടി വരുമോ എന്നൊരു പേടിയാണ് എന്ന് പറയുമ്പോൾ അവിടെ നയന പറയാണ്, അനാമിക നല്ല പെൺകുട്ടിയാണ്, നീ എന്ന് വെച്ച ജീവനാണ്, അവൾ ഓവറായി സംസാരിക്കുന്നുള്ളൂ, അല്ലാത്ത പ്രശ്നങ്ങളൊന്നും അവൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് അനി തിരിച്ചും പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഇവരുടെ സംസാരം ഇങ്ങനെ ജലജയും അഭിയിൽ നിന്ന് കേട്ടിരിക്കുകയാണ്. അപ്പോൾ ജലജ പറയാണ്, എനിക്ക് തോന്നുന്നില്ല അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ വന്ന നയനയും നവ്യയും പോലെ തന്നെയല്ല. അവൾ കുറച്ച് തൻ്റെടിയാണ്. അവളോട് കുറച്ച് പെരുമാറുമ്പോൾ സൂക്ഷിച്ചും കണ്ട് പെരുമാറണം. അത് ഇവിടെ നിൽക്കുന്ന കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് പറയുന്നു കേട്ടോ. എന്താ അമ്മ അങ്ങനെ പറയാൻ? അതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെ കള്ളങ്ങൾ നടക്കുന്നത് പോലെ ഒരു പേടി എനിക്കുണ്ട്. ഇനിയിപ്പോൾ ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനാണോ അവളുടെ കയറി വരവ് എന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ വീട്ടിൽ ഒന്നടക്കമുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പറയാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ ഒരു കണ്ണ് അവളിൽ ഉണ്ടാവണം എന്ന് അഭിയോട് ഇങ്ങനെ ജലജ പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം അഭിക്കും പേടിയാവാണ്. അനാമിക വീട്ടിലെ എല്ലാവരെയും ഒന്നടക്കം കയ്യിലെടുത്തവളാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നവും ഉണ്ടാവാമെന്ന് അഭിക്കും മനസ്സിലാവാണ് കേട്ടോ. അപ്പം അമ്മയും മകനും കൂടിയിട്ട് ഒഴിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ നവ്യ ആ വഴി വരികയാണ്. അപ്പം നവ്യ വരുന്നത് കാണുമ്പോൾ തന്നെ അഭിക്ക് പേടിയാവാണ്. ഈശോ അവൾ വരുന്നുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയണേ. എന്നാൽ നവ്യയുടെ കയ്യിൽ 2 സാരി ഉണ്ടാവും. അപ്പോൾ ഈ സാരി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അഭിയോട് ചോദിക്കുകയാണ്, ഇതിലേതാ നല്ല സാരി എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുക, രണ്ടും നിനക്ക് നന്നായി ചേരും, അങ്ങനെയല്ല ഇതിലേറ്റവും നല്ലത് ഏതാ എന്ന് പറയൂ എന്ന് പറയുമ്പോൾ അഭി പറയാണ്, ഇതാണ് നല്ല സാരി, ഇതാണെങ്കിൽ ഓക്കെ, ഇത് നീ ഒന്ന് കൊണ്ടുപോയി ഇസ്തിരി ചെയ്ത് കൊണ്ടുപോവാ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അഭി പറയാണ്, എന്തിനാ നവ്യ നീ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇതിലൊരു ചുളിവ് പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ജലജ, നീ എൻ്റെ മകനെ ഇട്ട് പട്ടം കറക്കുകയാണോ? എന്നാൽ ഞാനൊരു പണി ചെയ്യാൻ നിങ്ങളും നിങ്ങളുടെ മകനും എനിക്കൊന്നും ചെയ്തു തരുന്നില്ല എന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും അങ്ങ് പറഞ്ഞോളാം. അതോടുകൂടി ജലജ അവിടെ നിന്ന് ഓടിട്ട്, ഈശ്വര ഇവളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തനിക്കും പണി വിടും, അതുകൊണ്ട് അവൻ തന്നെ ആ പണി താങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ജലജ അവിടെ നിന്ന് പോകും കേട്ടോ. ഈ സമയം അഭിയോടാണെങ്കിലോ ഈ സാരി സ്ത്രീ ചെയ്യാൻ പറയുമ്പോൾ അഭി പറയാൻ, ഇത് സ്ത്രീ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ യാതൊരു ചുളിവും ഇല്ല എന്ന് പറയുമ്പോൾ, ചുളിവില്ലാത്തതാണോ നിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നവ്യ ആ സാരി മൊത്തത്തിൽ നിർത്തി അങ്ങനെ കൈകൊണ്ട് അങ്ങ് ചുക്കി ചെളിച്ചിട്ട് അബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണേ, ഇനി പോയി ഇസ്ത്രീ ഇത് വായോ, ഇതിപ്പോൾ എനിക്ക് എടുക്കാനുള്ളതാണ് എന്ന് പറയണ്ട. അത് കേൾക്കുന്നതിനോടുകൂടി അബി ഏത് ദുർബല സമയത്താണാവോ ഞാൻ ഇവളെ പെണ്ണ് കെട്ടിയത്, അത് എൻ്റെ കഷ്ടകാലത്തിനാണ്, എൻ്റെ കാലൻ കഴുത്തിന് ചുറ്റിയതുപോലെയാണ് ഇവളെ എനിക്ക് കല്യാണം കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് അബി ആ സാരിയുമായി പോകുമ്പോൾ ഒരു പയ്യനെ കാണാനിട്ടാ. അപ്പോൾ ഒരു സ്റ്റാഫായിരിക്കും, അവനോട് പറയണേ, അതെ എനിക്ക് കോൾഡ് ഡ്രിങ്ക്സ് വേണം. അതിനെന്താ അതാ വരുന്നു എന്ന് പറയുമ്പോൾ, ഏടോ എനിക്കിതല്ലടോ വേണ്ടത്, എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ, എനിക്ക് മദ്യം കലർത്തി ഒരു ബോട്ടിലാക്കി കൊണ്ടുപോവാ എന്ന് പറയാനിട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്നതിന്, അയ്യോ എൻ്റെ ജോലിക്ക് പ്രശ്നമാണ്, തന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ തനിക്ക് എന്നേക്കുമായി ജോലി തന്നെ പോകുമെന്ന് പറഞ്ഞ് അഭി ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ.
എന്നാൽ ഈ സമയം അനാമികയ്ക്ക് അനാമികയുടെ അച്ഛൻ ഉപദേശം നൽകുകയാണ്. നീ അവിടെ ചെന്നാൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അച്ഛാ എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ വിവാഹം ഒരിക്കലും ജീവിതത്തിൽ നടക്കുന്ന പ്രതീക്ഷിച്ചല്ല. ഈശ്വരനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഭാഗ്യം കൊണ്ടുവന്നതാണ്. നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കണ്ട് അനന്തപുരി എന്ന് പറയുന്നത് അളവറ്റ സ്വത്തുക്കൾ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ആരൊക്കെ സ്നേഹിക്കുന്നു അവരെ കയ്യിലടക്കി നീ എന്തിനാണോ അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു പോകുന്നത് ആ ലക്ഷ്യം നിറവേറണം. അതാണ് നീ ചെയ്യേണ്ടത്. ആ ലക്ഷ്യം നിറവേറി നീ അവിടെ നിന്നും നമ്മുടെ കടബാധ്യതകളെല്ലാം നീ തീർക്കണം. ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ആ ഉപേന്ദ്രൻ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. എന്തായാലും ആരാണ് നിൻ്റെ ഭാഗം നിൽക്കുന്നത് അവരെ വെച്ച് നീ സ്വത്തുക്കൾ കീഴിലാക്കണമെന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം അത് മുന്നേ മനസ്സിൽ കരുതി കൂട്ടിയതാണ് അനാമിക. ആ അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ താൻ അവിടെ നിന്നും എടുത്ത് അനിയെ കറിവേപ്പില പോലെ അങ്ങ് വലിച്ചെറിയണം എന്നാണ് അനാമികയുടെ മനസ്സിലുള്ള ലക്ഷ്യം കേട്ടോ. എന്നാൽ ഈ സമയം ഉപേന്ദ്രനാണെങ്കിലോ തൻ്റെ ഗുണ്ടകളെ വിളിക്കുകയാണ്. എന്നിട്ട് ഉപേന്ദ്രൻ പറയാണ്, ഇനി നേരം വൈകിക്കാൻ പാടില്ല. നാളെ രാവിലെ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മണ്ഡപത്തിൽ എത്തണം. അവരുടെ വിവാഹം നടക്കുന്ന ആ രാവിലെ നമ്മൾ അവിടെ എത്തിയിരിക്കണം. കാരണം എന്താണെന്ന് അറിയോ, അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അവന് പഠിച്ച കള്ളനാണ്. വലിയതൊരു തറവാട്ടിൽ ചെന്ന് തന്നെ അവൻ്റെ മകളെ കൊണ്ടാക്കുന്നു. എന്നാൽ അനന്തപുരിക്കാരുമായി ഒരു ബന്ധം ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് മുന്നേ തന്നെ അവളുടെ കഴുത്തിലും കാലിലും കിടന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയിട്ടാണെങ്കിലും അവൻ തരാനുള്ള പണം നമുക്ക് ഈടാക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഉപേന്ദ്രനോട് തൻ്റെ ഗുണ്ടകൾ സമ്മതിക്കുകയാണ് കേട്ടോ. ഓക്കെ എന്ന് സമ്മതിക്കുകയാണ്. എന്നാൽ ഈ സമയം നന്ദുവിനെ ആണെങ്കിലോ കനകം കൊണ്ട് റൂമിലെത്തിയിരിക്കുകയാണ്. കാരണം ജാനകി ഇവരെ ഫോളോ ചെയ്ത് മാത്രം നടക്കണം. നന്ദുവും അതുപോലെ അനിയും കൂടി സംസാരിക്കുന്നുണ്ട്. അനിക്കാണെങ്കിൽ നന്ദുവിനെ കാണണം എന്ന ആ തിടുക്കമാണ്. നന്ദു ഒരു മിനിറ്റ് മിസ്സാവുമ്പോൾ നന്ദു എവിടെ എന്നുള്ള ആ ഒരു ഇതിൽ നന്ദുവിനെ തിരക്കി ഇറങ്ങുമ്പോൾ കനകം തൻ്റെ മകള് കാരണം ഈ വീട്ടിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത്, അനിയുടെ മനസ്സ് മാറി മറിയരുത് എന്ന് കരുതി കനകം ഇനി ഈ റൂമിൽ ഇരുന്നാൽ മതി, ആവശ്യമുള്ളപ്പോൾ നിന്നെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ റൂമിലാക്കാനിട്ടാ. അപ്പോൾ നന്ദു റൂമിൽ ചെന്നിരിക്കുമ്പോൾ നന്ദുവിന് യാതൊരുവിധ സമാധാനവും കിട്ടില്ല. ഈ റൂമിൽ കിടന്നാൽ ഞാൻ ചാവത്തേയുള്ളൂ അനിയ ആലോചിച്ച്. അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് നന്ദു ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ വഴി അനി വരികയാണ് കേട്ടോ. അനിയെ കാണുന്ന നന്ദു പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അനി പറയും, നന്ദു നീ എൻ്റെ അമ്മയെ പേടിച്ചാണോ നീ ഒഴിഞ്ഞു മാറുന്നത്? എന്നാൽ അത് വേണ്ട, എൻ്റെ വിവാഹം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നടക്കും. ബ്രോയുടെ മനസ്സിൽ ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിനെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയോ? എന്താ അനി നിന്നെ അലട്ടുന്ന പ്രശ്നം എന്ന് വീണ്ടും നന്ദുവിനോട് അനി ചോദിക്കുന്നു കേട്ടോ. ഇതേ സമയം അനാമിക തൻ്റെ വിവാഹം നടക്കാൻ പോകുന്ന അനന്തപുരി എന്ന ആ ഒരു വലിയൊരു സ്വപ്നം, അനന്തപുരിയുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്ന ആ സ്വപ്നത്തോടു കൂടി അനാമിക ബ്യൂട്ടീഷ്യനോട് പറയാണ്, എന്നെ നന്നായി അണിഞ്ഞൊരുക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല വിധത്തിൽ തന്നെ അനാമികയെ അണിഞ്ഞൊരുക്കിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയമാണ് നന്ദുവും അനിയും തമ്മിൽ ഇനി സംസാരിക്കുന്നത്. അനാമിക ഇല്ലാത്തൊരു നേരം നോക്കി സംസാരിക്കുമ്പോൾ ഇവർക്കിടയിൽ ജലജയാണ് ഇനി പണിയൊപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദു തൻ്റെ മനസ്സിലുള്ള പ്രണയം അനിയോട് തന്നെ തുറന്നു പറയുന്ന ആ സീനാണ് കേട്ടോ ഇനി വരുന്നത്.